എടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, CPA കോംപ്ലക്സ്, എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. എടവണ്ണ കൊളപ്പാട് വാർഡ് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് നേതാവ് KU ശ്രീനിവാസനെ രംഗത്തിറക്കിയിരിക്കുകയാണ് UDF. വാർഡിലെ ഓരോ വീടുകളും കയറി വോട്ട് തേടുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥി. വലിയ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി പങ്കുവെക്കുന്നത്. കൊളപ്പാട് വാർഡിൽ നേരത്തെയും KU ശ്രീനിവാസൻ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്നു. 2015 തിരഞ്ഞെടുപ്പിൽ LDFന്റെ വാർഡായ പാണ്ഡ്യാടിൽ നിന്നും സീറ്റ് പിടിച്ചെടുക്കാനും UDF രംഗത്തിറക്കിയത് KU ശ്രീനിവാസനെയായിരുന്നു. പാണ്ഡ്യാടിൽ അപ്രതീക്ഷിത വിജയമായിരുന്നു അന്ന് ശ്രീനിവാസൻ നേടിയത്. കൊളപ്പാട് വാർഡിൽ വീണ്ടും മത്സരിക്കാനെത്തുമ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി. മുൻപ് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ നടത്താൻ സാധിച്ചതായും എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ വാർഡിൽ വികസന മുരടിപ്പാണെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. എൻ്റെ പേര് KU ശ്രീനിവാസൻ. കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. 2010 ഇവിടെ മത്സരിച്ച മെമ്പറായിരുന്ന ആളാണ് 4ാം വാർഡ് കൊളപ്പാട് ഡിവിഷനിൽ. അന്ന് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി വികസനങ്ങൾ ഈ വാർഡിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീടുകൾ, കിണർ, ഇങ്ങനെ ഒരുവിധം കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിന് ലഭിക്കുന്നതും അല്ലാത്തതുമായ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ ഓണറേറിയം ഞാൻ എടുക്കാറില്ല, അത് ആ വാർഡിൽ വിതരണം ചെയ്യലാണ്. അസുഖമായി കിടക്കുന്നവർക്കും അതേമാതിരി പിന്നെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആയിട്ട് കൊടുക്കലാണ് ഓണറേറിയം കിട്ടുന്നത്. അതാത് മാസങ്ങളിൽ സിസ്റ്റം തന്നെ ചെയ്യും. ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് ആ പണം ഉപയോഗിക്കില്ല, അതൊരു സേവനത്തിനായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ചിഹ്നം കൈപ്പറ്റിയാണ്. ഞാൻ കൈപ്പറ്റിക്ക് അതേമാതിരി ഞങ്ങളൊരു സ്ഥാനാർത്ഥി ബ്ലോക്കൊക്കെ ഉണ്ട്, അദ്ദേഹത്തിനും കൈപ്പറ്റിയാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ആൾ കോണി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അങ്ങനെ 3 സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് ചെയ്യേണ്ടത്. പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല, ഈ 3 ത്രിതല പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ ഈ വാർഡിൽ ഉപയോഗിച്ച് ഇനി ശോചനീയമായ റോഡുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അതുപോലെ മറ്റുള്ള വെള്ളക്കെട്ടുകളുള്ള ഭാഗങ്ങൾ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാനും ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ അതാത് ഭാഗത്തെ ജനങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾക്കനുസരിച്ച് ചെയ്യുന്നതാണ്. വാർഡിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പ്രവർത്തകരും പറഞ്ഞു. 2010 മുതൽ 15 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ആദ്യം മുൻ മെമ്പറായിക്കൊണ്ടിരുന്ന ശ്രീനേട്ടൻ തന്നെയാണ് ഈ പ്രാവശ്യവും നമ്മളെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് നമ്മുടെ ഈ വാർഡിൽ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശത്തിലാണ്. കാരണം അദ്ദേഹം കഴിഞ്ഞ 2010 നിന്ന സമയത്ത് ഈ ഏറ്റവും എടവണ്ണ പഞ്ചായത്തിലെ ഏറ്റവും അവികസിതമായിരുന്ന ഒരു മേഖലയായിരുന്നു ഈ കൊളപ്പാട് വാർഡ്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിക്കൊണ്ട് ജില്ലാ, ബ്ലോക്ക്, അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള പരമാവധി ഫണ്ടുകൾ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിക്കൊണ്ട് ഈ മലയോര മേഖലകൾ ഉൾപ്പെടുന്ന ഈ എടവണ്ണ പഞ്ചായത്തിലെ ഏറ്റവും അവികസിതമായി കിടന്നിരുന്ന ഈ കൊളപ്പാട് വാർഡിനെ അദ്ദേഹം ഒരു വികസന പാന്താവിലേക്ക് വേറുള്ള എടവണ്ണ പഞ്ചായത്തിലെ മറ്റുള്ള വാർഡുകൾക്ക് ഒപ്പം എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ആ 5 വർഷത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനിയും അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതോടുകൂടി തന്നെ എടവണ്ണ പഞ്ചായത്തിലെ മറ്റുള്ള വാർഡുകളെക്കാളും ഏറ്റവും മുൻപന്തിയിൽ തന്നെ വികസന കാര്യങ്ങളിൽ എത്തിക്കാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയം മാത്രമല്ല, ഈ എടവണ്ണ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥികളിൽ ഒരാളായിരിക്കും അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുറിച്ച് ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നും പ്രവർത്തിച്ചിട്ടുള്ളത്. പാണ്ഡ്യാട് വാർഡിൽ നിന്നും അതുപോലെ കൊളപ്പാട് നിന്നും ഒരിക്കലും ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ജനവിധി തേടുന്നത്. ജനോപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ നടത്തുകയും ഇനിയും അവശേഷിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാത്ത കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടിയും അദ്ദേഹം ഒരു രഥയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിജയത്തിൽ അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും വോട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ ശ്രീനിവാസൻ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കേണ്ട ആ ബാധ്യത നിങ്ങളെല്ലാവരും നിറവേറ്റണം. അതായിരിക്കും ഈ നാടിൻ്റെ വികസനത്തിനും നാടിൻ്റെ ക്ഷേമത്തിനും അനിവാര്യമെന്നുള്ള കാര്യം ഞാൻ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് ശ്രീനിവാസനെ, അതുപോലെ തന്നെ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നമ്മുടെ ഹൈദർ സാഹിബ് കൈപ്പത്തി ചിഹ്നത്തിലും കോണി ചിഹ്നത്തിലും
വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, CPA കോംപ്ലക്സ്, എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ, പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ, CP ഫിറ്റിംഗ്സ്, ക്ലാഡിംഗ് സ്റ്റോൺസ്, പാവിംഗ് ടൈൽസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. Emirates Tiles and Sanitaries near Sidi Haji Bridge, Nilambur Road, Edavanna. Phone 7034 516831.